സഞ്ചാരികളുടെ സർവകലാശാലയിലെ സഞ്ചാരികൾക്കെല്ലാം കേരളീയത്തിലേക്ക് സ്വാഗതം. ഇന്ന് കേരളത്തിലെ ആയാലും ഇന്ത്യയിലെ ആയാലും ഒക്കെ യുവാക്കളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എല്ലാവരും കേരളം വിട്ടുപോകാൻ അല്ലെങ്കിൽ ഇന്ത്യ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന, പുറത്ത് പോയി നല്ല യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനും പുറത്ത് നല്ല രാജ്യങ്ങളിൽ ജീവിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നതായിട്ടും കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത ഒരു പുതിയ തലമുറ നമ്മുടെ നാട്ടിലൊക്കെ രൂപപ്പെടുന്നതായിട്ടും ഇപ്പോഴും അല്പം ആശങ്കയോടെ തന്നെ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്താണ് സഞ്ചാരത്തെ, യാത്രയെ തന്നെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു വഴിയാക്കി മാറ്റിക്കൊണ്ട് ഇന്ത്യയിലെ ഗ്രാമങ്ങളിലേക്കും ഇന്ത്യയിലെ അടിസ്ഥാന ജനവിഭാഗങ്ങളിലേക്കും അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്കും യാത്ര ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ ജീവിതവും മനുഷ്യരെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഒരു പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം നിങ്ങൾ രൂപപ്പെടുത്തുകയും അത് പരിശീലിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റിയുടെ കോ ക്രിയേറ്റേഴ്സിൽ ഒരാളായിട്ടുള്ള ആഷിഖിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഈ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇവരെ ഈ യാത്രകൾക്ക് വേണ്ടി പറഞ്ഞേക്കുന്ന 52 പരുന്ത് ഫെലോഷിപ്പ് എന്താണ് ഈ ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി? ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി ഇപ്പോൾ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യാത്രികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി, യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു യൂണിവേഴ്സിറ്റി. അല്ലെങ്കിൽ യാത്ര ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ലേണിംഗ് അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളെ കുറിച്ച് കൂടുതൽ അറിയാനും നമ്മുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ബിൽഡ് ചെയ്യാനും നമ്മുടേതായിട്ടുള്ള സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനെല്ലാമായിട്ടുള്ളൊരു അതിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ അതിൽ യൂണിവേഴ്സിറ്റി എന്നുള്ളൊരു സംഗതി വരുന്നത് ഇപ്പോൾ എൻറ്റയർ യൂണിവേഴ്സ് ഇസ് എ ലേണിംഗ് ഗ്രൗണ്ട് എന്നുള്ളൊരു സംഗതിയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു പഠനത്തെ, നമ്മുടെ ഒരു എക്സ്പ്ലോറേഷനെ 4 ചുമരുകൾക്കുള്ളിൽ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു സംഗതിയാണ്. അപ്പോൾ യാത്ര ചെയ്തുകൊണ്ട് ഒരു ഡയറക്റ്റ് എക്സ്പീരിയൻഷ്യൽ ലേണിങ്ങിലൂടെ നമുക്ക് എങ്ങനെ സംഗതികൾ പഠിക്കാം എന്നുള്ളതാണ് ട്രാവലേഴ്സ് യൂണിവേഴ്സിറ്റി ബേസിക് ഫണ്ട എന്നുള്ളത്. ഇപ്പോൾ ഓരോരുത്തരുടെയും യാത്രകൾ വ്യത്യസ്തമാണ്, വ്യത്യസ്ത ലക്ഷ്യങ്ങളിലേക്കാണ്, വ്യത്യസ്തരായിട്ടുള്ള ആളുകളിലൂടെയാണ് നിങ്ങളെല്ലാവരും ഈ യാത്രകളെല്ലാം സഫലമാക്കിയിട്ടുള്ളത്. അപ്പം സ്വന്തം വഴി കണ്ടെത്തിയ പക്ഷികളായിട്ടാണ് നിങ്ങളിവിടെ തിരിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ഒരു വെസ്റ്റേൺ കോസ്റ്റിലൂടെ ആയിരുന്നു വൈഷ്ണവിയുടെ യാത്ര. ഇന്ത്യയുടെ കടൽ തീരങ്ങളിലൂടെയുള്ള ആ യാത്രയെക്കുറിച്ച് പറയാം. എൻ്റെ യാത്ര തുടങ്ങുന്നത് ശരിക്കും പേഴ്സണൽ ജേണി ആയിരുന്നു. എൻ്റെ കടൽ തീരങ്ങളിൽ തന്നെയാണ്. ഞാൻ ജനിച്ചു വളർന്നത് കണ്ണൂർ ജില്ലയിലെ അഴീക്കോട് ഭാഗത്താണ്. ഒരു കോസ്റ്റൽ വില്ലേജാണത്. അപ്പോൾ ഞാൻ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കടലിനും മാറ്റങ്ങൾ വരുന്നത് അറിയുന്നുണ്ടായിരുന്നു. ചില മീനുകൾ ചില സമയങ്ങളിൽ കിട്ടാതാവുക, കടൽ കാടുകൾക്ക് നാശമുണ്ടാകുന്നു, പിന്നെ ചില ചിപ്പികൾ ഇല്ലാതാവുന്നു, പിന്നെ വേലിയിറക്കങ്ങളുടെ ദൈർഘ്യം, ഒഴുക്ക്, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ തന്നെ കാണുന്നുണ്ടായി. അങ്ങനെയാണ് ഇവയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളൊരു തോട്ട് ഉള്ളിൽ വരുന്നതും എൻ്റെ MSW കരിയറിനോട് ചേർന്നിട്ട് ഞാൻ ഇതിനെക്കുറിച്ച് ഒരു അന്വേഷണങ്ങൾ നടത്തുന്നതും. പിന്നെ ഞാൻ ചൂസ് ചെയ്ത ജോലിയും ക്ലൈമറ്റ് ചേഞ്ചും ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയാണ് TUവിലെ ഫെലോഷിപ്പിലേക്ക് എത്തുന്നതും. അപ്പോൾ ഈ ഒരു ഡൊമൈനിൽ തന്നെ എൻ്റെ തീരത്ത് നടത്തിയ കുഞ്ഞു യാത്രകൾ ഇന്ത്യയുടെ കോസ്റ്റലിൽ കൂടെ നടത്തിയാൽ അത് എങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു ആകാംക്ഷ തോന്നി. അങ്ങനെയാണ് ആ ഒരു ഡൊമൈൻ തിരഞ്ഞെടുക്കുന്നതും ഇന്ത്യയുടെ കോസ്റ്റലിൽ കൂടെ യാത്ര ചെയ്യുന്നതും. എൻ്റെ ഒരു ആഗ്രഹം വെച്ചിട്ട് ഈസ്റ്റ് കോസ്റ്റ് വെസ്റ്റ് കോസ്റ്റും കവർ ചെയ്യണമെന്നായിരുന്നു. പക്ഷേ സമയപരിധി മൂലം വെസ്റ്റ് കോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞപ്പോൾ യാത്ര അവിടെ നിർത്തേണ്ടി വന്നു. പക്ഷേ ഇനിയുള്ള ഭാവിയിൽ ഞാൻ വീണ്ടും യാത്രകൾ തുടരുകയാണെങ്കിൽ എല്ലാ കോസ്റ്റലിൽ കൂടെയും കവർ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. വെസ്റ്റ് കോസ്റ്റിൽ ഞാൻ ആദ്യം എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ചിട്ട് തീരത്ത് താമസിക്കുന്നവരെല്ലാവരും ഫിഷർമാനും അതായത് മത്സ്യബന്ധനത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ആയിരുന്നു എന്നുണ്ടായിരുന്നു. എന്നാൽ യാത്രയിലൂടെയാണ് കൂടുതൽ മനസ്സിലാവുന്നത് കൃഷി ചെയ്യുന്നവരുണ്ട്, ഒട്ടകം മേയ്ക്കുന്നവരുണ്ട്, ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അങ്ങനെ പല ലൈവ്ലിഹുഡ് കടലുമായിട്ട് നേരിട്ടും നേരിട്ടല്ലാതെയും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതായിരുന്നു എൻ്റെ ഒരു മെയിൻ അണ്ടർസ്റ്റാൻഡിങ് രൂപപ്പെടുന്നത് യാത്രയിലൂടെ. ഏതൊക്കെ തരത്തിലുള്ള തൊഴിലുകളിലുള്ള മനുഷ്യരുമായിട്ടാണ് കൂടുതൽ ഇടപഴകിയിട്ടുള്ളതും അവരുടെ ജീവിത രീതികൾ കണ്ടിട്ടുള്ളതൊക്കെ? എൻ്റെ എൻ്റെ എല്ലാ പരുന്തേഴ്സും ഞാൻ ചൂസ് ചെയ്തത് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള മെമ്പേഴ്സിന് തന്നെയാണ്. അത്
പുറത്തുനിന്ന് ഒരു NGOയോ അങ്ങനെയുള്ളതിന് പകരം ആ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന, ആ ഗ്രാമങ്ങളിൽ ഈ കാലാവസ്ഥയോട് വർഷങ്ങളായി പൊരുതിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യത്തെ പരിന്തെ ഒരു ജഡേജ വിഭാഗത്തിൽപ്പെട്ട കന്നുകാലി മേയ്ക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹം. ഞാൻ ആദ്യത്തെ ഇൻട്രാക്ഷനുകളിലൊക്കെ മനസ്സിലായത് അദ്ദേഹം വളരെ ആ ഗ്രാമത്തിനകത്തുനിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. അദ്ദേഹത്തിനോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും അദ്ദേഹം ദൈവവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എല്ലാ മിത്തോളജിക്കൽ സ്റ്റോറീസുമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എന്നാൽ പിന്നീടാണ് മനസ്സിലായത് നമ്മുടെ കാവുകൾ പോലെയാണ് അവരുടെ കൺസർവേഷൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അവിടെ വർഷങ്ങളായിട്ട് ആ മരുഭൂമി പോലുള്ളൊരു ഭാഗത്ത് ഒരു കണ്ടൽ കാടുകൾ സംരക്ഷിച്ചു വരുന്നുണ്ട്. ഈ ദൈവത്തിനോടുള്ള ഭയവും ദൈവം തന്ന ഒരു വരദാനം, ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് അവർ ആ കണ്ടൽക്കാടിനെ കൺസർവ് ചെയ്യുന്നത്. നമ്മളൊക്കെ കൺസർവേഷൻ എന്ന് പറയുന്ന വാക്കിനും ഡെഫിനേഷനും അപ്പുറത്തേക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് പുള്ളി അവിടെ മീൻസ് എത്രയോ വർഷങ്ങൾ, അതായത് അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പന്മാർ എന്ന് പറയാം, ഒരു 3 ജനറേഷൻ മുമ്പേ അവരത് തുടങ്ങിക്കഴിഞ്ഞു. നമ്മളിപ്പോഴാണ് കൺസർവേഷനെ പറ്റിയിട്ട് ചിന്തിച്ച് തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു വളരെ ഇൻസൈറ്റ് തന്ന ഒരു കാര്യമായിരുന്നു. പിന്നീട് വന്നത് ഒട്ടകം മേയ്ക്കുന്നവർ. ഖരായി ഒട്ടകങ്ങളുണ്ട്. ഖരായി ഒട്ടകങ്ങൾ എന്ന് വെച്ചാൽ കടലിൽ നീന്താനുള്ള കപ്പാസിറ്റി ഉള്ള ഒട്ടകങ്ങളാണ്. അത് ഇന്ത്യയുടെ 9ാമത്തെ ബ്രീഡ് ഒട്ടകങ്ങളായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഖരായി ഒട്ടകങ്ങൾ ഫക്കിറാനി ജാട്ട് വിഭാഗത്തിലുള്ളവരാണ് ഇത് കൂടുതലും വളർത്തുന്നത്. അപ്പം കച്ചിൻ്റെ ഗൾഫ് ഓഫ് കാമ്പത്തിനോട് ചേർന്നിട്ട് ഈ ഒട്ടകങ്ങളെ കടലിലേക്ക് നീന്താൻ വിടുകയും ആ കമ്പത്തിനോട് ചേർന്ന് കിടക്കുന്ന കണ്ടൽക്കാടുകൾ ഭക്ഷിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഈ ഒട്ടകങ്ങളെ മേയ്ക്കുന്നവർ. ഈ ഒരു കടൽ ഒട്ടകം, ഈ ഒരു ജാട്ട് ട്രൈബ് എന്നുള്ളൊരു കണക്ഷൻ എനിക്കൊന്ന് ഇമാജിൻ ചെയ്യുന്നതിൽ അപ്പുറത്തുള്ള ഒരു കാര്യമായിരുന്നു. പിന്നെ ഇവരുടെ ലൈഫ് സ്റ്റൈൽ വളരെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ, അതായത് പാസ്റ്ററലിസം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അത് ഇവർക്ക് ആകെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന വീടുകളും അതിനുശേഷം ഈ വീടുകൾ ഇവർ ഒട്ടകപ്പുറത്ത് കെട്ടിക്കൊണ്ട് അടുത്ത സ്ഥലത്തേക്ക് യാത്ര ചെയ്യും. അത് കാലാവസ്ഥക്കനുസരിച്ച് ഇവർ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കും. മൺസൂൺ കാലത്ത് കടൽ തീരത്ത് എന്തായാലും ജീവിക്കാൻ പറ്റില്ല, വേലിയേറ്റങ്ങളുടെ ഉയരവും ദൈർഘ്യവും കൂടും. അപ്പോൾ ഇവർ ബഞ്ഞി ഗ്രാസ് ലാൻഡുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. പിന്നെ അടുത്ത സൈക്കിളിൽ വീണ്ടും അടുത്ത സ്ഥലങ്ങളിലേക്ക് വരും. ഇവർക്ക് സ്ഥിരമായി സഞ്ചരിക്കുന്ന ഒരു പാതയും തമ്പടിക്കാവുന്ന ഒരു ഗ്രൗണ്ടുകളും സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അത് എത്രയോ വർഷങ്ങൾ തലമുറകളായിട്ട് ഇവർ ഫോളോ ചെയ്തു വരുന്ന ഒരു ലൈഫ് സ്റ്റൈലാണ്. എന്നാൽ ഇപ്പോൾ വരുന്ന കാലാവസ്ഥാ മാറ്റങ്ങൾ ഇവരെ ബാധിക്കുന്നതുമുണ്ട്. അതായിരുന്നു എൻ്റെ ഞാൻ കണ്ടെത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ്. അപ്പോൾ ഈ മാറ്റങ്ങൾ ഇവരുടെ ലൈവ്ലിഹുഡിനെ തന്നെയാണ് ചോദ്യം ചെയ്യുന്നത്. നമ്മൾ ഇതിലേക്ക് കണ്ടിന്യൂ ചെയ്യണോ? ഇനി കണ്ടിന്യൂ ചെയ്താൽ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് ഇത് നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിലാണ് അവരും നിൽക്കുന്നത്. ഈ സാമൂഹ്യ പ്രവർത്തനവും യാത്രയും തമ്മിൽ പല നിലകളിലും സമന്വയിക്കുന്നുണ്ട്. അപ്പോൾ അമൽദേവ് ഒരു സോഷ്യൽ വർക്കർ കൂടിയാണ്. ഈ ആദിവാസി മേഖലകളിലെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ഈ യാത്രയിൽ ഏറെയും അന്വേഷിച്ചിട്ടുള്ളത്. അപ്പോൾ കനവ് മുതൽ ആദിശക്തി സമ്മർ സ്കൂളൊക്കെ വരെയുള്ള നിരവധി പരീക്ഷണങ്ങളിലൂടെയും പാഠശാലകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയുണ്ടായി. ഈ ആദിവാസി മേഖലയിലെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ഉള്ള ഈ യാത്ര തുടങ്ങുമ്പോഴുള്ള ഒരു തിരിച്ചറിവും അവസാനിക്കുമ്പോഴുള്ള ഒരു തിരിച്ചറിവും എന്താണ്? ഞാൻ യാത്ര തുടങ്ങുന്നതും യാത്ര അവസാനിക്കുന്നതും രണ്ടും ഒരേ സ്ഥലത്താണ്. ആദിശക്തി സമ്മർ സ്കൂളിലാണ് ഞാൻ ശരിക്കും യാത്ര തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ PG സമയത്ത് MSW പഠിക്കുന്ന സമയത്ത് ഞാൻ വോളണ്ടിയറിങ് ചെയ്യുന്നുണ്ട് ആദിശക്തി സമ്മർ സ്കൂൾ. ആദിശക്തി സമ്മർ സ്കൂൾ എന്ന് പറഞ്ഞാൽ ആദിവാസി ദളിത് വിദ്യാർത്ഥികളുടെ ഒരു കളക്റ്റീവാണ്. അപ്പോൾ അവിടെ വോളണ്ടിയറിങ് ചെയ്യുന്ന സമയത്താണ് ഞാൻ കൂടുതലായിട്ടും ആദിവാസികളെ പറ്റിയിട്ടും അല്ലെങ്കിൽ അവർ മെയിനായിട്ട് വിദ്യാഭ്യാസത്തിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ പറ്റിയിട്ടും മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ പഠിക്കുന്ന കാലം തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമാണ് ട്രൈബൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ ട്രൈബലിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്നത് വിദ്യാഭ്യാസത്തിലുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതെങ്ങനെ പരിഹരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിനെ പറ്റിയിട്ടൊന്നും ഞാൻ എവിടെയും കണ്ടിരുന്നില്ല. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നതിനപ്പുറത്തേക്ക് അതിനെ പറ്റിയിട്ട് വേറൊരു സംസാരമോ അല്ലെങ്കിൽ ഒരു ചർച്ചയോ ഒന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. ആദിശക്തിയിൽ വന്നതിന് ശേഷമാണ് ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ശരിക്കും ഇവരെങ്ങനെയാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ശരിക്കും ഇവരുടെ ഉള്ളിലുള്ള ടാലൻറ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് മനസ്സിലാകുന്നത്. അപ്പം ആദിശക്തിയിൽ വന്നതിന് ശേഷമാണ് എനിക്ക് കൂടുതലായിട്ട് യാത്ര ചെയ്യണം, ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം എന്നുള്ളൊരു ആഗ്രഹം വരികയും അങ്ങനെയാണ് ഞാൻ ഈ ഫെലോഷിപ്പ് സെലക്ട് ചെയ്യുകയും ചെയ്തത്.
ഇപ്പോൾ തുടക്ക സമയത്ത് എനിക്ക് അറിയേണ്ടിയിരുന്നത് എങ്ങനെയാണ് ഈ ബദൽ വിദ്യാഭ്യാസ കേന്ദ്രം അല്ലെങ്കിൽ ആൾട്ടർനേറ്റീവ് ലേണിംഗ് സ്പേസ് എങ്ങനെയാണ് ഈ പറഞ്ഞ വിദ്യാർത്ഥികളെ മുന്നോട്ടേക്ക് നയിക്കാനായിട്ട് സഹായിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനായിട്ടായിരുന്നു ഞാൻ ഇത് ചൂസ് ചെയ്തത്. അപ്പോൾ എൻ്റെ തുടക്കത്തിൽ ഞാൻ പോയ സ്ഥലം വെസ്റ്റ് ബംഗാളായിരുന്നു. ഈ MSW കഴിഞ്ഞ നാസർ ബന്ധു എന്ന് പറയുന്ന ഒരാൾ വെസ്റ്റ് ബംഗാളിൽ ഒരു NGO നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനെയാണ് ഞാൻ ആദ്യം ചെയ്തത്. അദ്ദേഹം ആ കമ്മ്യൂണിറ്റിയിൽ എങ്ങനെ ഇൻവോൾവ് ചെയ്യുന്ന കംപ്ലീറ്റ്ലി സ്ട്രേഞ്ചർ ആയിട്ടുള്ള ഒരാൾ ആ ഒരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടായത് എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി, അദ്ദേഹം എങ്ങനെ ആ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ഇപ്പോഴും തുടർന്ന് കൊണ്ടുപോകുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു അവിടേക്ക് പോയത്. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു NGO സ്റ്റാർട്ട് ചെയ്ത് അവിടുത്തെ ആളുകളോടൊപ്പം ചേർന്ന് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അവിടെ ആളുകളുടെ അടുത്തുനിന്ന് ഒരു അക്സെപ്റ്റൻസ് ആദ്യം തുടർന്ന് കിട്ടാത്തതുകൊണ്ട് അവിടെ അവർക്ക് ഒരു ടീ ഷോപ്പ് തുടങ്ങുകയും അവിടെ ആളുകൾ വന്നിരുന്ന് ഒരുമിച്ചിരുന്ന് സംസാരിക്കുകയും അങ്ങനെ ആളുകളുമായിട്ട് മിങ്കിൾ ചെയ്യുകയും അങ്ങനെ അവിടുത്തെ ആളുകളിലേക്ക് എത്തിച്ചേർന്ന് വുമൺ എംപവർമെൻറ്റും എഡ്യൂക്കേഷനിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു നാസർ ബന്ധു എന്നാണ്. അപ്പം അങ്ങനെയാണ് ജേർണി തുടങ്ങുന്നത്. അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള സ്പേസുകളിലേക്കുള്ള അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ മുഴുവൻ 9 സ്ഥലങ്ങളിലാണ് പോയിട്ട് 9 സ്ഥലങ്ങളെ പറ്റിയിട്ടാണ് ആർട്ടിക്കിൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നമ്മൾ പോകുന്ന സമയത്ത് നമുക്കുണ്ടായിരുന്ന എങ്ങനെയാണ് ഈ സ്പേസ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്പേസ് കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഗുണങ്ങളുണ്ടാകുന്നത് എന്നുള്ള സംഭവമാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ സ്പേസിലും അവർക്ക് കിട്ടുന്ന ഫ്രീഡമാണ്. ഒരു സ്കൂൾ അല്ലെങ്കിൽ ഒരു ലേണിംഗ് സ്പേസിൽ ഏറ്റവും വേണ്ടത് സ്വാതന്ത്ര്യമാണെന്നുള്ള ഒരു തിരിച്ചറിവായിരുന്നു ആ യാത്രയിലൂടെ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള മോഡലുകളെ പരീക്ഷിച്ചിട്ടുണ്ടല്ലോ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലോ. ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ എങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്? ഇപ്പോൾ കനവും ആദിശക്തിയും ഒക്കെ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കനവ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ഒരു ബദൽ സ്കൂൾ എന്ന് തന്നെ പറയും. ഇപ്പോൾ അത് വർക്കിംഗ് അല്ല, എന്നാൽ പോലും ആദ്യത്തെ ഒരു ബദൽ സ്കൂൾ എന്ന് പറയുന്നത് കനവാണ്. കനവിൻ്റെ മോഡൽ കണ്ടിട്ട് തുടങ്ങിയ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇന്ത്യയിൽ. ഇപ്പോൾ നിലവിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ബദൽ സ്കൂളുകളുണ്ട് ഇന്ത്യയിൽ തന്നെ. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആദിശക്തി പോലുള്ളൊരു സ്പേസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഉപരിപഠനത്തിന് കുട്ടികളെ സഹായിക്കുക എന്ന് പറയുന്ന ഒരു ഇതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിൽ തന്നെയാണെങ്കിലും സാധാരണക്കാരനായ ഒരാൾക്ക് പോലും +2 ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ ഡിഗ്രിക്ക് ശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. എൻ്റെ കാര്യം തന്നെ എടുക്കാനാണെങ്കിൽ ഞാൻ +2 ബയോളജി സയൻസ് പഠിച്ച് ഡിഗ്രിക്ക് BCom പഠിച്ച് PGക്ക് ഹ്യൂമാനിറ്റീസ് എടുത്തതാണ്. അപ്പോൾ എനിക്ക് ആദ്യത്തെ 2 ഗ്രൂപ്പ് എടുക്കേണ്ടി വന്നു, 3ാമത്തെ ഗ്രൂപ്പാണ് എൻ്റെ ഇൻട്രസ്റ്റ് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുപോലെ സാധാരണ ഇത്തരത്തിലൊരു കണക്ടിവിറ്റി ഇല്ലാത്ത ആൾക്കാർക്ക് ഇത്തരത്തിലുള്ളൊരു അവരുടെ ഏരിയ എന്താണെന്ന് ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള. അപ്പോൾ ഇത്തരത്തിൽ 10 അല്ലെങ്കിൽ +2 കഴിഞ്ഞ കുട്ടികളെ അവരുടെ സ്പേസിൽ പോയിട്ട് ആ കുട്ടികൾക്ക് എന്താണ് നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അതിൽ നിന്ന് അവർക്ക് ഏത് വിഷയമാണ് വേണ്ടത് അതിനു വേണ്ടി നമ്മൾ അഡ്മിഷൻ ഹെൽപ്പ് ഡെസ്ക് ആയിട്ട് വർക്ക് ചെയ്യാറുണ്ട്. ആദിശക്തി ചെയ്തിരുന്ന മെയിൻ വർക്ക് എന്ന് പറയുന്നത്. അതിന് ശേഷമുള്ള കോളേജിൽ അഡ്മിഷൻ എടുത്തു കൊടുക്കുക, അവർക്ക് മെൻറ്ററിങ്ങും ഹോസ്റ്റൽ ഫെസിലിറ്റി സപ്പോർട്ടും ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്പേസുകളിൽ തമ്മിലുള്ള ഒരു വ്യത്യാസം ചോദിച്ചത് ഞാൻ ഒറീസയിൽ പോയിട്ടുണ്ടായിരുന്നു. ഒറീസയിൽ രാജാറാം സുന്ദരേഷൻ എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റാണ്, ഫ്രീലാൻസ് ജേർണലിസ്റ്റാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ യാത്ര ചെയ്തപ്പോഴാണ് നമുക്ക് അവിടുത്തെ സ്പേസിലെ ഒരു കാര്യം മനസ്സിലായി. ഇപ്പോൾ കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കേരളത്തിൽ കൃത്യമായിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നില്ല ഇവർക്ക് അല്ലെങ്കിൽ ഒരു സ്പേസ് പഠിക്കാനുള്ള ഇതിൽ ഹയർ എഡ്യൂക്കേഷൻ ആണെങ്കിലും ഇവർക്ക് അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സപ്പോർട്ട് ഭയങ്കര കുറവാണ് കിട്ടുന്നത്. ഒറീസയിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് റെസിഡൻഷ്യൽ സ്കൂളുകൾ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള റെസിഡൻഷ്യൽ സ്കൂളുകൾ ഫണ്ട് ചെയ്യുന്നത് മൈനിങ് കമ്പനീസാണ്. അപ്പോൾ ഇവർ ഇത്തരത്തിലുള്ള കുട്ടികളെ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് കൊണ്ടുവന്ന് ആ സ്കൂളിൽ, അതായത് 1ാം ക്ലാസ് മുതൽ അവർ +2 ഡിഗ്രിയോ അതിനുശേഷം PGയോ ചെയ്യുന്ന വരെയുള്ള സപ്പോർട്ട് വരെ അവർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ വരുന്നൊരു കുട്ടിക്ക് 4ാം ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും 4ാം ക്ലാസ് വരെ ഒരു മൾട്ടി ലിംഗ്വൽ ലാംഗ്വേജ് അവരുടെ ട്രൈബൽ ഭാഷ പഠിപ്പിച്ചു കൊടുക്കും. പിന്നീട് അവർക്ക് ബാക്കിയുള്ള ഒറിയയിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ ക്ലാസ്സുകൾ കൊടുത്ത് അവരുടെ കൾച്ചറിൽ നിന്ന് അവർ പയ്യെ ഡിസ്കണക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ ശരിക്കും ചെയ്യുന്നത് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് ആൾക്കാരെ ഡിസ്കണക്ട് ചെയ്യുക എന്ന് പറയുന്നൊരു പരിപാടിയാണ്. നമ്മുടെ ഇവിടെ സംഭവിക്കുന്നത് അവർക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടുന്നില്ല എന്ന് പറയുന്നൊരു കാര്യമാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇപ്പോൾ പല കാരണങ്ങൾ കൊണ്ടും വ്യാപകമായിട്ട് ഇപ്പോഴും ആദിവാസി വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്ന് ക്ലാസ്സുകളിൽ നിന്നൊക്കെ കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണത്തിലൂടെ പ്രധാനമായിട്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇവർ ഉപരിപഠനത്തിലേക്ക് വരാത്തത് അല്ലെങ്കിൽ ഉന്നത ജോലികളിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ പോകുന്നതെന്ന് തോന്നിയിട്ടില്ല? ഛത്തീസ്ഗഡിൽ സപ്നോങ്കി ശാല എന്ന് പറഞ്ഞിട്ടൊരു സ്പേസിൽ പോയിട്ടുണ്ടായിരുന്നു. അതൊരു
ഒരു 18 കിലോമീറ്റർ ടൗണിനകത്തുള്ള ഒരു കാടിനകത്തുള്ള ഒരു ചെറിയ ലേണിംഗ് സ്പേസ് ആണ്. അവിടെയുള്ള ട്രൈബൽ കമ്മ്യൂണിറ്റിയിലെ കുട്ടികൾ ഒക്കെയാണ് അവിടെ പഠിക്കാനായിട്ട് വരുന്നത്. അപ്പം അവിടെ പോയപ്പോഴത്തേക്കും അവിടുത്തെ പ്രണീത് എന്ന് പറയുന്ന ആളാണ് ആ സ്കൂള് നടത്തുന്ന ഫൗണ്ടർ. അപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലായ ഒരു ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുന്നതാണ് ഇപ്പം ആൽഫബറ്റ്. നമ്മൾ പഠിക്കുന്നത് A4 ആപ്പിൾ അല്ലെ B4 ബോൾ C4 ക്യാറ്റ് എന്നുള്ളൊരു സംഭവത്തിലാണ്. അവിടുത്തെ കുട്ടികൾ ആപ്പിൾ കണ്ടിട്ടേ ഉണ്ടാവില്ല. അപ്പം അവർക്ക് ചിലപ്പോൾ A4 ആൻഡ് ആയിരിക്കും കുറച്ചുകൂടെ കണക്റ്റ് ആകുക. അപ്പം ഇത്തരത്തിൽ ഈ നമ്മൾ ഫോളോ ചെയ്യുന്ന അല്ലെങ്കിൽ മെയിൻ സ്ട്രീം ഫോളോ ചെയ്യുന്ന പാഠ്യപദ്ധതി അല്ലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന സിലബസ് തുടങ്ങുമ്പോൾ തന്നെ അവർക്ക് അവിടെ ഡിസ്കണക്ഷനാണ്. അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവരുടെ കൾച്ചറും അല്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ കാര്യം തമ്മിൽ വളരെ ഡിഫറൻ്റ് ആയിരിക്കും. ഇപ്പം ഒരു എക്സാമ്പിൾ പറയാനാണെങ്കിൽ അവർക്ക് അവിടെ ഒരു ബുധനാഴ്ച മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു സംഭവം അവരെ സംബന്ധിച്ച് അത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം അന്നത്തെ ദിവസമാണ് അവരുടെ കൃഷി ഉൽപ്പന്നങ്ങളും മറ്റു സാധനങ്ങൾ വിൽക്കാനും വാങ്ങാനും ഒക്കെ ചന്തകളിലൊക്കെ പോകുന്നത്. അപ്പോൾ ആ സ്പേസിലാണ് അവരവരുടെ പാർട്ട്നേഴ്സിനെ കണ്ടെത്തുന്നത്. പല കാര്യങ്ങളും സംഭവിക്കുന്നത് ആ ഒരു സ്പേസിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഈ സ്കൂൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ അന്ന് ആ സ്കൂളിന് അവധിയാണ്. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്താ പറയുക അവർ അതായത് ഇവരുടെ മെയിൻ പ്രശ്നങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഈ എഡ്യൂക്കേഷൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് ഇവരുടെ ഡിസ്കണക്ഷൻ തുടങ്ങുന്നത്. നമ്മുടെ പാഠ്യപദ്ധതിയിൽ നിന്നും പിന്നെ നമുക്കറിയാവുന്ന പോലെ തന്നെ അധ്യാപകരുടെ പെരുമാറ്റം അത്തരത്തിലുള്ള ഇപ്പം ഈ പറഞ്ഞ സ്കൂളുകളിലൊക്കെ പോയാലും അവിടുത്തെ കമ്മ്യൂണിറ്റിയിലെ തന്നെ ആളുകളാണ് ആ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ. ഇപ്പം നമ്മുടെ വയനാട്ടിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് സ്കൂളിലാണെങ്കിലും ഇതുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്ത ആളുകളായിരിക്കും. അല്ല മറ്റ് ജില്ലകളിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പല ആൾക്കാരും ഉണ്ടാകും. ഇപ്പം നമ്മുടെ B.Ed തന്നെ ടീച്ചർ ആകാൻ വരുന്ന ആൾക്കാരോട് തന്നെ ഞാൻ പലരോടും ചോദിച്ചിട്ടുണ്ട്. ഇപ്പോൾ വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് അല്ലെങ്കിൽ ആദിവാസികൾ എങ്ങനെയാണ് അവരുടെ കൾച്ചറെ പറ്റിയിട്ടോ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സുകളോ അല്ലെങ്കിൽ നിങ്ങളുടെ പാഠ്യപദ്ധതിയുടെ ഭാഗമാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അതൊന്നും അവരുടെ ഭാഗ്യമല്ല, അവർക്ക് അതിനെക്കുറിച്ചിട്ട് അറിയില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളാണ് അധ്യാപകരായിട്ട് വരികയും ചെയ്യുന്നത്. അപ്പോൾ അവർക്കും അവരുടെ ഭാഗത്തുള്ള പെരുമാറ്റമൊക്കെ ഒരു പരിധിവരെ ഈ പറഞ്ഞ ഡ്രോപ്പ് ഔട്ടിന് കാരണമാകുന്നുണ്ട്. ഈ സുസ്ഥിരമായിട്ടുള്ളൊരു ഭൂമിയും സുസ്ഥിരമായിട്ടുള്ളൊരു ജീവിതവും ട്രാവൽ യൂണിവേഴ്സിറ്റിയുടെ ലക്ഷ്യങ്ങളിലൊന്നാണല്ലോ. ആഗ്നസിൻ്റെ വിഷയവും സുസ്ഥിരതയുമായി കൺസർവേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതായിരുന്നു. ആ യാത്രയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ഞാൻ എൻ്റെ വീട് ഇടുക്കിയിൽ ആണ്, വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഹില്ലി ഏരിയയിലാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്നൊരു ഇൻസ്പിറേഷനൊക്കെ കൊണ്ടിട്ടാണ് ഞാൻ BSc ബോട്ടണി എടുത്തു. അപ്പോൾ അത് പഠിച്ചുകൊണ്ടിരുന്നപ്പം കുറച്ചും കൂടെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് പ്ലാന്റ് സയൻസിൽ മാത്രം അല്ല എന്നുള്ള ഒരു ഇതിൽ നിന്നാണ് ഞാൻ MSc എൻവയോൺമെൻറ്റൽ സയൻസാണ് പഠിച്ചത്. അപ്പോൾ ഇത് പഠിച്ച് കഴിഞ്ഞിട്ട് എനിക്കുണ്ടായ ഒരു വലിയ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനകത്തൊന്നും ഒരു സോഷ്യൽ ഫാക്ടർ വരുന്നില്ല. അപ്പം പ്യുവർലി സയൻറ്റിഫിക് സൈഡിൽ നിന്ന് മാത്രമാണ്. അപ്പം എൻ്റെ ഇൻറ്റേൺഷിപ്പിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒക്കെ ചെയ്യുന്ന യാത്രകളിലൊന്നും എനിക്കിത് വലിയൊരു ബാരിയറായിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. കാരണം എങ്ങനെയാണ് ഈ സോഷ്യൽ ഇൻക്ലൂഷൻ ഇതിൻ്റെ അകത്ത് വരുന്നത്? ഇപ്പം നമ്മൾ എൻവയോൺമെൻറ്റൽ സൊല്യൂഷൻസ് പ്രപ്പോസ് ചെയ്ത് കഴിയുമ്പം ഇതിലൊന്നും ഒരു ജസ്റ്റിസിൻ്റെ ഒരു പാർട്ട് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൽ ഞാൻ കുറേ വർഷങ്ങളോളം എനിക്ക് ഈ വിഷയങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടവരോടൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. എനിക്കൊരു മെൻറ്ററിനെ കണ്ടെത്താൻ പറ്റുന്നില്ല. അപ്പോൾ ഈ ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഈ ഇൻ്റർസെക്ഷൻസിനെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു തോട്ട് വരുന്നൊരു തോട്ടിനെ സ്ട്രീം ലൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതെന്നെ സംബന്ധിച്ച് എൻ്റെ കരിയറിൽ ഒരു വലിയ ബ്രേക്കായിരുന്നു അത്. അപ്പോൾ ആ സമയത്താണ് ഈ ഫെലോഷിപ്പിലേക്ക് വരുന്നത്. ഇപ്പോൾ ഇന്ത്യ ഇത്രയും ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് ജോഗ്രഫിക്കലിയും കൾച്ചറലിയും. അപ്പോൾ ഒരു സിംഗിൾ സൊല്യൂഷൻസ് അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഇവിടെ വർക്ക് ആവില്ല. അപ്പോൾ ഓരോ ഇടങ്ങളിലും ഉള്ള എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് വളരെ ഡിഫറെൻ്റ് ആണ്. അതിൻ്റെ പാർട്ടായിട്ടാണ് ആ കൾച്ചറും ആളുകളും ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ എനിക്കത് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് റീച്ച് ഔട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ വന്നു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഓപ്പൺനെസ്സിൽ നിന്നിട്ടാണ് ഈ യാത്ര ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഞാൻ എടുത്ത തീമുകൾ എന്ന് വെച്ചാൽ ഒന്ന് വാട്ടർ, പിന്നെ ഓർഗാനിക് ഫാമിങ്, പിന്നെ കോസ്റ്റലി. അപ്പം എനിക്കും വൈഷ്ണവ് പറഞ്ഞ പോലെ കണ്ടൽ ഒക്കെ വലിയ ഇൻട്രസ്റ്റ് ഉള്ള ഏരിയകളാണ്. അപ്പോൾ കോസ്റ്റൽ ഏരിയയിൽ തന്നെ കണ്ടൽ സ്പെസിഫിക് ആയിട്ടുള്ള ഇത്, കാരണം ഇതൊന്നും എൻ്റെ വെസ്റ്റേൺ ഗാർഡ് ഏരിയകളിൽ ഇല്ലാത്ത ഭൂപ്രകൃതികളാണ്.
ഡെസേർട്ടുകൾ. അപ്പം അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം, അതിനുള്ളൊരു അവസരമാണ്. അങ്ങനെ ഒരു ഐഡിയയിലാണ് യാത്ര തുടങ്ങുന്നത് തന്നെ. യാത്ര തുടങ്ങുന്നത് പൂനെയിൽ KJ ജോയി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്നാണ്. അദ്ദേഹം സോപ്പിക്കോം എന്ന് പറഞ്ഞിട്ടൊരു NGO ആണ്, ഇവരുടെ ഒരു കളക്റ്റീവ് ആയിട്ടുള്ള ഒരു NGO ആണ്. അപ്പം ആൾ മലയാളിയാണ്. അപ്പം ആളുമായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനിൽ നിന്നും അവരുടെ ലൈഫ് എങ്ങനെയാണ് ഈ ഒരു അവരുടെ ലൈവ്ലിഹുഡ് കണ്ടെത്തിയെന്നുള്ള ഇൻട്രാക്ഷനിൽ നിന്ന് ഒരു ഭയങ്കര വലിയൊരു ഇൻസൈറ്റ് ഉണ്ടായി. കാരണം അവരൊക്കെ ഒരു സോഷ്യൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളായിരുന്നു. അതിനുശേഷം അവർ മഹാരാഷ്ട്രയിലെ റൂറൽ ഏരിയകളിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളിലേക്ക് നോക്കുമ്പോൾ അവിടെ കുടിവെള്ളക്ഷാമം അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ വന്നു. ആ വിഷയങ്ങളെ, അതായത് പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങളെ കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെൻറ്റോട് കൂടി ഇതിനൊരു റിസോഴ്സായിട്ട് കണ്ട്, നാച്ചുറൽ റിസോഴ്സിൻ്റെ ആയിട്ട് കണ്ട് ഇതിൻ്റെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെ സാധ്യമാകും എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ച് തുടങ്ങി ഒരു കളക്റ്റീവായിട്ട്. അത് പിന്നെ ക്രമേണ അവർ എല്ലാ നാച്ചുറൽ റിസോഴ്സുകൾക്കും എങ്ങനെയാണ് ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുവരിക, അങ്ങനെയുള്ള പഠനങ്ങൾ, ഒരു ആക്ടിവിസ്റ്റ് കം ഒരു റിസർച്ചർ എന്നുള്ള രീതിയിലുള്ള ഒരു ലൈഫ് തന്നെ എനിക്ക് പുതിയൊരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ആദ്യത്തെ തന്നെയുള്ള ഒരു ബ്ലോക്ക് എങ്ങനെയാണ് ഈ ഒരു ഇൻ്റർസെക്ഷനാലിറ്റിയെ കവർ ചെയ്യുന്ന ഒരു മെൻറ്ററിനെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ഇത് എൻ്റെ ഫസ്റ്റ് പരിന്തയിൽ നിന്ന് തന്നെ എനിക്ക് ഒരു നല്ലൊരു ബ്രേക്ക് കിട്ടി അവിടുന്ന്. അപ്പോൾ അവിടുന്ന് പിന്നെ മധ്യപ്രദേശിലെ ആധാർശില എന്ന് പറഞ്ഞിട്ടൊരു ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം ലീഡ് ചെയ്തിരുന്ന ജയശ്രീ എന്ന് പറഞ്ഞൊരു സ്ത്രീ വനിതയുടെ അടുത്ത് ചെന്ന്. അപ്പോൾ അവർ നർമ്മദ ബച്ചാവോ ആന്തോളൻ്റെ ഒക്കെ പാർട്ടായിട്ട്, ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പാർട്ടായിട്ട് അന്ന് അവർ യങ്ങറായിരുന്നു. ആ ഒരു യങ്സ്റ്റേഴ്സ് ഒരുമിച്ച് കൂടിയിട്ടുണ്ടായിരുന്ന ഒരു മധ്യപ്രദേശിലെ റൂറൽ ആയിട്ടുള്ള പ്രദേശങ്ങളിലെ ഡെവലപ്മെൻറ്റ് എങ്ങനെ സാധ്യമാക്കാമെന്നുള്ള രീതിയിൽ പിന്നീട് അവരുടെ ജീവിതമേ തന്നെ ആ മേഖലയിലേക്ക് വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുടെ ഓൾട്ടർനേറ്റീവ് എഡ്യൂക്കേഷൻ സിസ്റ്റം അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ അവർ വർക്ക് ചെയ്യുന്നത് ട്രൈബൽ ഏരിയയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് ലേബർ, ഈ ഇന്ത്യയിൽ തന്നെ മൈഗ്രേറ്റ് ചെയ്യുന്ന ലേബേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ റൈറ്റ്സിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഒരു കമ്മ്യൂണിറ്റീനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു ലോങ് ഹിസ്റ്ററിയാണ് അവരുടെ ആക്ടിവിസം എന്ന് പറയുന്നത്. അപ്പോൾ ജയശ്രീന്ന് എനിക്ക് വേറൊരു കോണ്ടെക്സ്റ്റ് ഇട്ടത് എങ്ങനെയാണ് ഒരു വനിതയ്ക്ക് ഈ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുമ്പോഴും ജീവിക്കുമ്പോഴും ഒക്കെയുള്ള ഇത്. അപ്പോൾ അപ്പോഴേക്കും ഞാൻ യാത്രയുടെ ഒരു ജെൻഡർ പെർസ്പെക്റ്റീവിലോട്ടും ഈ ഒരു മൂവ്മെൻറ്റുകൾ എങ്ങനെയാണ് ഈ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനെ ഒരു പോളിസിയിലോട്ട് എത്തിക്കുന്നത് വരെ ലീഡ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ഒരു വലിയ ഇൻസൈറ്റിലോട്ട് കടന്നു. അപ്പോൾ അതിനുശേഷമാണ് ഒറീസയിൽ ഇതേപോലെ നിയമഗിരി ഹിൽസിൻ്റെ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്പ്ലേസ്ഡ് ആവുന്ന ട്രൈബൽ, നോൺ ട്രൈബൽ, കാടിനോട് അസോസിയേറ്റ് ചെയ്ത് ജീവിക്കുന്ന ആളുകൾ അവരെ പുനരധിവസിപ്പിച്ചുകൊണ്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്ന രംഗമതി പട്ടാർ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് ചെല്ലുന്നത്. അപ്പോൾ ഈ വിഷയങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴേക്കും ഞാൻ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചെറിയ ക്വസ്റ്റ്യൻസിലാണ് തുടങ്ങിയതെങ്കിലും ഇന്ത്യയിൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക അന്തരീക്ഷത്തിൽ എങ്ങനെയാണ് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിൻ്റെ പേരിലും അല്ലാതെയുമൊക്കെ വളരെ സാധാരണക്കാരായിട്ടുള്ളവരും അരികുവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ജനങ്ങളുടെ സാധാരണ ജീവിതം പോലും ഇത്രയും കഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലോട്ടും അവരുടെ ശബ്ദമേ കേൾക്കുന്നില്ലാത്ത അവസ്ഥയിലോട്ടുമൊക്കെ എത്തുന്നത്. അതേപോലെ എങ്ങനെയാണ് ഇതൊക്കെ തിരിച്ചറിയുന്ന ആളുകളുടെ റോൾ എവിടെയാണ്, എങ്ങനെയാണ് അത് ഇമ്പാക്റ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു ഐഡൻറ്റിറ്റി എവിടെ എനിക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ ആ സമയമായപ്പോഴേക്കും എനിക്ക് ഇവോൾവ് ചെയ്ത് നമുക്കുള്ള പ്രിവിലേജസ് എവിടെയാണ് ഇതിന് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇങ്ങനെ ഒരു മെൻറ്റർ അന്വേഷിച്ച് നടന്നൊരു സമയത്ത് നിന്ന് ഒരുപാട് മെൻറ്റേഴ്സിനെ ലഭിച്ച ഒരു യാത്രയായിരുന്നു ഇതിപ്പം ഈ ആഗ്നസിൻ്റെ ഈ ഒരു വിവരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം ഇങ്ങനെ ഒരുപാട് ഗുരുക്കന്മാരുടെ അടുത്തെത്താൻ സുശ്രുതനും കഴിഞ്ഞിട്ടുണ്ട്. സുശ്രുതൻ്റെ അന്വേഷണം കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അന്വേഷണം, ഇടവും അതിൻ്റെ വിനിയോഗവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിതവുമായിട്ട് പല നിലകളിൽ ഇടപെടുന്ന ഒരു വിഷയം കൂടിയാണത്. ഇങ്ങനെ കണ്ടെത്തിയ പരിചയപ്പെട്ട ഗുരുക്കന്മാരെക്കുറിച്ചും ഈ യാത്രയെക്കുറിച്ചും പറയും. എനിക്കും ഇതൊരു വ്യക്തിപരമായിട്ട് ബന്ധമുള്ളൊരു വിഷയം. അങ്ങനെ തന്നെയാണ് ഗുരു, മെൻറ്റർ, പരുന്തേ എന്നുള്ളത് ഗുരുവായത് ഭയങ്കര സഹായമായി. കാരണം ഞാൻ വരുന്ന ഇപ്പോൾ വീടിൻ്റെ ഒരു പശ്ചാത്തലമാണെങ്കിലും എൻ്റെ മാതാപിതാക്കളുടെ ഒരു സമയത്താണെങ്കിലും അവർക്ക് മാനസികമായിട്ടുള്ളൊരു സ്വസ്തി അല്ലെങ്കിൽ സുസ്ഥിരത
എന്നുള്ളൊരു ആവശ്യം വരുന്ന സമയത്ത് കുറേ സ്പേസസ് ഉണ്ടായിരുന്നു. ഫേൺ ഹിൽ, ഊട്ടിയിലുള്ളൊരു ഗുരുകുലം എന്നുള്ള മോഡലിലൊക്കെ പല സ്പേസസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്പേസ് എനിക്കും ഒരു കുട്ടി എന്നുള്ള രീതിയിൽ അപ്പോൾ അമ്മ മാത്രമല്ല പോകുന്നത്, അല്ലെങ്കിൽ അച്ഛൻ മാത്രമല്ല പോകുന്നത്. കേരളത്തിൽ ആ സമയത്ത് ഇപ്പോൾ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്കറിയാവുന്ന നസീറേട്ടനെ പോലുള്ളവരാണെങ്കിലും നസീറിനെ പോലുള്ളവരാണെങ്കിലും എല്ലാ മനുഷ്യരെയും നോക്കുമ്പോൾ അവർ ഈ ഒരു ഇടം അവരുടെ യൗവനകാലത്തിൽ എങ്ങനെയോ അവരെ സഹായിച്ചിട്ടുണ്ട്. അവരുടെ യാത്രകൾക്ക് ഈ ഒരു ഇടം. അപ്പോൾ ആ യാത്രകൾ പിന്നീട് അവരെ നയിച്ചത് പല ആക്ടിവിസത്തിലേക്കായിരിക്കാം, അല്ലെങ്കിൽ പാഷനിലേക്കായിരിക്കാം. പക്ഷെ എങ്കിലും അവരെ ആ കൂടിയിരുത്തുന്ന ആ ഒരു വട്ടം, അല്ലെങ്കിൽ അത് അവർക്ക് ആ ഒരു സ്വസ്ഥമായിട്ടിരിക്കാൻ പറ്റിയപ്പോഴാണ് അവർക്ക് അവരാരാന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്, ആ ഒരു രീതിയിൽ. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഒരു ലൈഫിൽ ഈ ഒരു ആത്മീയത എന്നുള്ളൊരു എലമെൻറ്റും വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതേസമയം സമരങ്ങളും ആക്ടിവിസം എന്നുള്ളൊരു സംഭവം വളരെ സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആക്ടിവിസത്തിൻ്റെ ആ ഒരു പേസിൽ കുറച്ച് മുന്നോട്ട് അവിടെയും ആ ഒരു കൂട്ടായ്മയാണ് എന്നെ കുറച്ചുകൂടി, ഞാൻ മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നു എന്നുള്ളപ്പോൾ തന്നെ എനിക്ക് കൂടെ നിൽക്കാൻ കുറച്ച് മനുഷ്യരുണ്ട്, ഞാനൊരു കൂട്ടത്തിലായിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് കിട്ടിയ കുറേ സന്തോഷങ്ങളും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ പക്ഷെ ഞാൻ പിന്നീട് അതിൽ നിന്നൊക്കെ വിട്ട് ഒറ്റയ്ക്കായപ്പോൾ പിന്നീട് എനിക്ക് എന്താ പറയുക, ആ ഒരു കൂട്ടായ്മ മിസ് ചെയ്തു. അത് എങ്ങനെയോ കിട്ടിയ കൂട്ടായ്മയാണ്, പക്ഷെ അത് മിസ് ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന സംഘർഷങ്ങളെ എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വരികയും അങ്ങനൊരു സിറ്റുവേഷനിലാണ് ഞാൻ ജാം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്നത്, സൗത്ത് ഇന്ത്യ ജാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോഴാണ് നമ്മൾ കൂടിയിരുന്നിട്ട് നമ്മൾ പുറത്തെ ലോകത്തെ പറ്റിയിട്ട് മാത്രമല്ല നമ്മൾ അകത്തെ ലോകത്തെ പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റും എന്നുള്ളൊരു ഐഡിയ കിട്ടുന്നത്. അപ്പോൾ അത് പിന്നീട് എനിക്ക് കോവിഡിൻ്റെ സമയത്തൊക്കെ ആണെങ്കിലും എങ്ങനെ എനിക്ക് അങ്ങനെ സംസാരിക്കാനുള്ളൊരു ഇടം കിട്ടിയപ്പോഴാണ് ഞാൻ എൻ്റെ ഉള്ളിലുള്ള കുറേ കാര്യങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് കിട്ടിയ ഒരു അവസരം മറ്റുള്ളവർക്കും ഉണ്ടാവണം. കാരണം അപ്പം ചുറ്റും നോക്കുമ്പോൾ കോവിഡിൻ്റെ ഒരു പശ്ചാത്തലത്തിലൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഒറ്റയായി, അവരുടെ കൂട്ടങ്ങൾ വിട്ട് ഒറ്റയായിട്ട് അതിന് കുറേ കോൺഫ്ലിക്റ്റ് എല്ലാവരും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം അതുവരെ കുട്ടികളായിരുന്ന യുവാക്കളായിരുന്ന ആളുകൾ അപ്പോഴേക്കും ആ ഒരു സമയം കഴിയുമ്പോഴേക്കും ജോലിക്കാരായി. അപ്പോൾ നമ്മൾ വീട്ടിലെ പ്രശ്നങ്ങൾ വരാൻ തുടങ്ങി, വ്യക്തികളായിട്ട് മാറി, സ്പേസുകളില്ലാതെ. അപ്പം അങ്ങനൊരു സ്ഥലത്ത് എങ്ങനെ സ്പേസ് ഉണ്ടാക്കാം, ആളുകൾക്ക് കൂടിയിരുന്ന് അവരുടെ സ്വസ്ഥതയെപ്പറ്റി അല്ലെങ്കിൽ അവരെപ്പറ്റി തന്നെ സംസാരിക്കാൻ, റിഫ്ലക്റ്റ് ചെയ്യാനുള്ള സ്പേസുകൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് എൻ്റെ യാത്രേനെ ഈ ഒരു വിഷയത്തിലെത്തിച്ചത്. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഈ ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു വാക്ക്, ഫെസിലിറ്റേഷൻ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു വാക്ക് തന്നെ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ നമ്മൾ നാടകത്തിന് പോകുന്ന ആളുകളാണ്, നാടകത്തിൻ്റെ വർക്ക്ഷോപ്പ് ചെയ്യുന്നവരാണ്. പക്ഷെ നാടകം എന്നുള്ള ആ ഒരു സ്പേസിൽ ആ ഒരു ടൂള് എങ്ങനെയാണ് നമ്മളെ മറ്റു രീതിയിൽ സഹായിക്കുക എന്നുള്ളത് എത്രത്തോളം നമ്മൾ നോക്കിയിട്ടുണ്ടെന്ന് അറിയില്ല. എൻ്റെ യാത്രയിലെ ആദ്യത്തെ പരിധി എന്ന് പറയുന്നത് ഒരു ക്ലൗൺ ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരു എന്താ പറയുക, ഒരു നാടകത്തിൻ്റെ തന്നെ ഒരു കോമാളി എന്നുള്ളൊരു വേഷം വെച്ചിട്ട് സുക്മണി കോഹ്ലി പറഞ്ഞിട്ട് ഉദയ്പൂരിൽ നിന്ന് ഉള്ള ഒരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ സുക്മണിയുടെ വർക്ക് എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ഉള്ളിലുള്ള കോമാളിനെ കാണിച്ചു കൊടുക്കുകയാണ് അവർക്ക്. എന്നിട്ട് നിങ്ങൾക്ക് കോമാളി ആയിരിക്കുന്നതിലൊരു തെറ്റില്ല, നിങ്ങളൊരു മിസ്ഫിറ്റ് ആവുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന എല്ലാ മനുഷ്യരെയും സ്വയം ഒരു ചെറിയൊരു ആർട്ടിലൂടെ അല്ലെങ്കിൽ ഒരു ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള സ്പേസിൽ എല്ലാവർക്കും അവരുടെ ഉള്ളിലുള്ള കോമാളി. ഇപ്പം ഞാൻ സുക്മണിയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് കുറേ നാടകത്തിന് ആക്ടിവിറ്റീസ് ചെയ്തു. അപ്പം ഞാൻ തന്നെ എന്നെ അത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാത്ത എൻ്റെ ഒത്തിരി സാധനങ്ങൾ സുക്മണി എൻ്റെ ഉള്ളിൽ നിന്ന് അത് പുറത്തു കൊണ്ടുവന്നിട്ട് ഈ ഒരു ബോഡി പോസ്ചർ, ഈ ഒരു ആക്ഷൻ, അതൊക്കെ അതിൽ തെറ്റില്ല. അല്ലെങ്കിൽ ഇപ്പോൾ കോമാളി ആയിട്ട് നമ്മളൊരു സ്പേസിൽ പോയി വർക്ക് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് പെട്ടെന്ന് ഒരു കോമാളിക്ക് അവിടെ എന്തും ചെയ്യാം. ഏത് തരത്തിലുള്ള ഒരു സമരം വരുമ്പോഴാണെങ്കിലും ഏത് തരത്തിലുള്ളൊരു പ്രതിസന്ധി വരുമ്പോഴാണെങ്കിലും ഒരു സാധാരണ മനുഷ്യന് പ്രവർത്തിക്കുന്നതിന് കുറേ പരിമിതികളുണ്ട്. പക്ഷെ ഒരു കോമാളിക്ക് അതില്ല. കോമാളിക്ക് എങ്ങനെ വേണമെങ്കിലും ആ ഒരു അവസ്ഥയോട് പ്രതികരിക്കാം. അപ്പോൾ അത് യാത്രയിൽ തന്നെ പറഞ്ഞ പോലെ യാത്രയിൽ എന്ത് വന്നാലും നീ അതൊരു കോമാളിയായിട്ട് കാണണം, ഇതൊരു കളിയായിട്ട് കാണാം. അതൊക്കെ എനിക്ക് ആദ്യത്തെ മെൻറ്റർ എന്നുള്ള രീതിയിൽ സുക്മണി അത് യാത്രയിൽ മുഴുവനായിട്ട് സഹായിച്ചത്. പിന്നെ എൻ്റെ നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ഷമ്മി നന്ദ എന്നുള്ള ഒരാളെ ജയ്പൂർ തന്നെ കണ്ടിരുന്നു. അപ്പോൾ ഷമ്മി പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി
അപ്പോൾ അതുവരെ ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് പലരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എൻ്റെ മാത്രം ഒരു പ്രശ്നമല്ല, അത് നമ്മൾ സമൂഹമായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വളരെ വയലൻ്റായിട്ടും നമുക്ക് കുറേ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മളൊരു അജണ്ട മനസ്സിൽ വെച്ചിട്ട്, അല്ലെങ്കിൽ സത്യസന്ധമല്ലാതെ പേടിച്ചുകൊണ്ട്, ഇതൊക്കെ നമ്മളുടെ സ്വന്തം നീഡ് എന്താണെന്ന് കൃത്യമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാതെ വരുന്നിടത്താണ് കോൺഫ്ലിക്റ്റുകൾ വരുന്നത്. കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ എന്നൊക്കെ പറയുന്നത് എനിക്ക് കുറേ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ അവിടേക്കാണ് ഷമ്മിയുടെ ഈ ഒരു നോൺ വയലൻറ്റ് കമ്മ്യൂണിക്കേഷൻ. നിലവിൽ ഷമ്മി അത് ചെയ്യുന്നത് കുടുംബങ്ങളിൽ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധത്തിൽ എങ്ങനെ കോൺഫ്ലിക്റ്റ് റിസോൾവ് ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു. പക്ഷേ ഷമ്മി അത് പല സ്പേസുകളിൽ, ഇപ്പോൾ ഷമ്മി എന്ന് പറയുന്ന ആൾ FTA പൂനെയിൽ നിന്ന് പഠിച്ചിറങ്ങിയ ആളാണ്. അപ്പോൾ അവിടുത്തെ സമരങ്ങളിൽ അവിടെ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് പഠിച്ചിറങ്ങിയ ആളാണ്. അപ്പോൾ ആള് ജയ്പൂർ ഉള്ള സ്പേസ് നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ജയ്പൂർ ഉണ്ടാകുന്ന പരിസ്ഥിതി സമരങ്ങളിലും ഒക്കെ ആള് നിൽക്കുമ്പോൾ ഈ ടൂളുകൾ അവിടെ പ്രയോഗിക്കും. നമ്മൾ ഗവൺമെൻറ്റിൽ നിന്നൊരു സംഭവം വരുമ്പോൾ നിങ്ങൾ ശരിക്കും എന്താണ് നീഡ്, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ടാണ്, അത്തരം പല മേഖലകളിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ടൂളായിട്ട് NVCനെ പഠിക്കാൻ പറ്റി. പിന്നീട് സംഗീതം വെച്ചിട്ടാണെങ്കിലും, അതല്ലെങ്കിൽ ഇപ്പോൾ കുക്കു പോലെ അല്ലെങ്കിൽ ഭൂമി കോളേജ് പോലെ ഒരു ഇടം തന്നെ എങ്ങനെയാണ് മനുഷ്യരെ ഒരുമിച്ചിരുത്തുന്നതിലും അവരെ കുറച്ചുകൂടി ലൂസനപ്പ് ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിൻ്റെ ട്രാൻസ്ലേഷനൊക്കെ നോക്കിയപ്പോൾ സുഖമായിട്ടിരിക്കുക, ഒഴിഞ്ഞിരിക്കുക, ഈസി ആയിരിക്കുക എന്നൊക്കെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് മലയാളത്തിൽ. അപ്പം അങ്ങനെ ഒരു വ്യക്തിക്ക് മാത്രമല്ല, ഇപ്പോൾ പരിന്തേ ഒരു വ്യക്തി മാത്രമല്ല, പലപ്പോഴും ഒരു കമ്മ്യൂണിറ്റി കൂടെയാണ്. അപ്പോൾ ഒരു ഇടമാണ്, മനുഷ്യരല്ലാത്ത എല്ലാം ഉൾപ്പെടുന്ന ഒരു ഇടം കൂടി ചിലപ്പോൾ ഒരു പരിന്തയായിട്ട്, അല്ലെങ്കിൽ നമുക്ക് അപ്പോൾ ഭൂമി കോളേജ് ആണെങ്കിലും കുക്കു ഫോറസ്റ്റ് സ്കൂളാണെങ്കിലും ഒക്കെ അത്തരം ഇടങ്ങൾ. പിന്നീടാണ് കോഴിക്കോടുള്ള നൗഷാദ് മാഷിലാണ് യാത്ര അവസാനിക്കുന്നത്. അപ്പം മാഷിനെ ഈ പറഞ്ഞ പോലെ പരിചയപ്പെടുന്നത് ആദിവാസി നിൽപ്പ് സമരമായിട്ട് ബന്ധപ്പെട്ട് മാഷ് ചെയ്തൊരു അവർ സംഘടിപ്പിച്ചൊരു നാടകമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് മാഷിനായിട്ട് ആദ്യമായിട്ടൊരു ഇൻട്രാക്ഷൻ. പക്ഷെ മാഷ് ആ ഒരു നാടകം, സിനിമ എന്നൊക്കെയുള്ള മാഷയുടെ യാത്രകൾ മാഷെ കൊണ്ട് എത്തിച്ച കുറേ ഇടങ്ങളും ഫെസിലിറ്റേഷൻ എന്നുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പം മാഷ് ഒരു 10 വർഷത്തിൻ്റെ ഗ്യാപ്പിൽ ഇപ്പം നോക്കുമ്പോൾ മാഷിപ്പോൾ അതൊരു ഇമോഷണൽ എസ്തെറ്റിക്സ് എന്നൊക്കെ ഉള്ള രീതിയിൽ കോഴിക്കോട് ബേസ് ചെയ്തിട്ട് മാഷും വർക്ക്ഷോപ്പ്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മാഷി പറഞ്ഞ പോലെ NVCയെ പറ്റി സംസാരിക്കുന്നു. തിയേറ്റർ ഓഫ് ദ ഒപ്രസ്ഡ് എന്ന് പറഞ്ഞിട്ട് മർദ്ദിതരുടെ നാടകവേദി എന്നുള്ള ടൂൾ. അപ്പോൾ പല ടൂളുകൾ വെച്ചിട്ട് ഇവിടെ ബേസിക്കലി ചെയ്യുന്നത് നമ്മൾ പുറത്തെ ഒരു ലോകമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ നമ്മൾ സ്വന്തം പ്രിവിലേജിനെ പറ്റി മനസ്സിലാക്കുക, സ്വന്തം എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ ആരാണ്, അപ്പോൾ എനിക്ക് എന്ത് അർഹതയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഉള്ളിൽ എന്തൊക്കെ അധികാരങ്ങൾ കിടന്ന് കളിക്കുമ്പോഴാണ് ഞാൻ അധികാരത്തിനെതിരെ സംസാരിക്കുന്നത്, ഞാൻ എൻ്റെ ചെറിയ സ്പേസുകളിൽ എത്രത്തോളം ഫാസിസ്റ്റാണ്. ഇത്തരം കുറേ ക്വസ്റ്റ്യൻസ് ഒറ്റയ്ക്ക് ചോദിക്കുമ്പോൾ ഇത് ഭയങ്കര ചിലപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആവാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒരു കൂട്ടത്തിലിരുന്ന് ചോദിക്കുമ്പോൾ, കൂട്ടത്തിൽ ഇത് ഉറക്കെ തുറന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എനിക്ക് തന്നെ കുറേ പഠനങ്ങൾ കിട്ടുന്നുണ്ട് ചുറ്റുമുള്ളവർക്കും. അപ്പം അത്തരം സ്പേസസ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതായിരുന്നു. തീർച്ചയായിട്ടും ഈ ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യമാണ് സ്നേഹത്തോടെയും സാഹോദര്യത്തോടെയൊക്കെ എല്ലാവർക്കും ഒരുമിച്ചിരിക്കാവുന്ന ഇടങ്ങൾ നിർമ്മിക്കുക എന്നുള്ളത്. അപ്പം ഈ ഒരു യാത്രയിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള ഒരു ആശയങ്ങൾ എന്തൊക്കെ കിട്ടി സുശ്രുതന്? അത് പറഞ്ഞ പോലെ വ്യക്തികൾ ഓരോ ടൂള് വെച്ചിട്ട് ഇത് നടത്തുന്നുണ്ട്. ഇപ്പോൾ നാടകമാണെങ്കിലും NVC നോൺ അങ്ങനെ ഓരോരോ ടൂളുകൾ വെച്ചിട്ട് ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ ഒരു തനിയെ ഉണ്ടായി വരുന്നൊരു സ്പേസിൽ അറിയാതെ ഇത് കടന്ന്, ഇപ്പോൾ കുക്കു എന്ന് പറഞ്ഞാൽ അതൊരു ഫോറസ്റ്റ് സ്കൂളാണ്. ആ ഒരു സ്പേസിൻ്റെ ഒരു നേരിട്ടുള്ള കൺസെപ്റ്റുകൾ കുട്ടികളും പഠനവുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലമാണ്. പക്ഷെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അനുഭവമാണ് അവിടെ ചെന്നപ്പോൾ എനിക്ക് ഒരു സ്വസ്ഥത അല്ലെങ്കിൽ ഒരു ഇമോഷണൽ ഹീലിംഗ് അവിടെ നടന്നു എന്നുള്ള എൻ്റെ വളരെ പേഴ്സണലായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആണ്. പക്ഷെ അത് ഈ ഒരു യാത്രയായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും കുക്കുവിൽ പോയി വീണ്ടും അതിനെപ്പറ്റി സംസാരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു ഫിസിക്കൽ സ്പേസിന് എന്തൊക്കെ തരത്തിലിപ്പോൾ പരിസ്ഥിതി എന്തിനാണ് ഞാൻ ഈ പരിസ്ഥിതി സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്, കാരണം ആ ഒരു പരിസ്ഥിതിയുമായിട്ട് ഇണങ്ങി പരിസ്ഥിതിയിൽ ഇപ്പോൾ അല്ലെങ്കിൽ നമ്മളെ ജീവിതം വളരെ സിമ്പിളായിരുന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടി സ്വസ്ഥത ഉണ്ടായിരുന്നു മനുഷ്യർക്ക്. അപ്പം നമ്മൾ വികസനത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ ഞാൻ പഠിച്ചതും റൂറൽ ഡെവലപ്മെൻറ്റൊക്കെ PG കാലത്ത് പഠിച്ചിരുന്നു. അപ്പോൾ എന്ത് ഡെവലപ്മെൻറ്റാണ്, എന്തിനാണ് ഡെവലപ്മെൻറ്റ്? അപ്പോൾ ഇത്രയും വലിയ റോഡും ഫാസ്റ്റ്നെസ്സും ഒക്കെ ഉണ്ടായിട്ട് നമുക്ക് അവിടെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പക്ഷേ ഈ പറഞ്ഞ കിടക്കാനൊരു മെത്ത പോലും ഇല്ലാത്തൊരു
ചെറിയ സ്ഥലത്ത് പോയിട്ട് അവിടെ എല്ലാവരും ഒരുമിച്ച് എല്ലാം പങ്കിട്ട് കഴിക്കുന്ന ഒരു സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് അവിടെ സമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ എന്താണ് ശരിക്കും വികസനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ചോദ്യവും വന്നിരുന്നു. പിന്നെ അതുപോലെ ട്രൈബ് എന്നുള്ളൊരു വാക്ക് ഇപ്പോൾ തെറാപ്പി പോലുള്ള സ്പേസുകളിൽ പോകുമ്പോൾ ഒരു ട്രൈബ് എല്ലാ വ്യക്തിയും ആഗ്രഹിക്കുന്നുണ്ട്. എവരിബഡി നീഡ്സ് എ ട്രൈബ്. ആ ട്രൈബിന് വേണ്ടിയിട്ടാണ് എല്ലാവരും സെർച്ച് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം പല സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള സ്പേസുകളിൽ പോയപ്പോൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ യാത്രയുടെ ഭാഗമായിട്ട് വീണ്ടും ഞങ്ങൾ ഒഡീഷയിലുള്ളൊരു ട്രൈബൽ ഗ്രാമത്തിൽ ചെന്നിരുന്നു. അപ്പോൾ അവിടെ ചെന്നത് ഈ പറഞ്ഞ പോലെ എന്താണ് ഒരു ഗ്രാമത്തിലെ എങ്ങനെയാണ് അവരുടെ മനുഷ്യരെങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് കാണാനാണ്. അപ്പം ആ ഒരു വളരെ കോറായിട്ട് ഞാൻ കാണുന്ന ആ ഒരു സ്പേസ് അവരുടെ ജീവിതം വളരെ സിമ്പിളാണ്. അവർക്കങ്ങനെ അവരെന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ജോലി പറയാനുണ്ടാവില്ല. പക്ഷെ അവർ കൃഷി ചെയ്യുന്നത് അവരുടെ ജീവിത മാർഗം പോലെ കൃഷി ചെയ്യുന്നവരാണ്. ടിജിമാലി ഹിൽസിന് താഴെയുള്ള ഗോന്ദ് കമ്മ്യൂണിറ്റിയാണ് ഞാൻ കണ്ടത്. അപ്പോൾ അവിടെ വളരെ അവരുടെ ഒരു വീടുകൾ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതാണെങ്കിലും അവരുടെ കോമൺ സ്പേസസ് ആണെങ്കിലും അവർ എപ്പോഴും മനുഷ്യർ കൂടിയിരിക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു കൺസെപ്റ്റ്. അല്ലാതെ ഒരാൾ വീട്ടിൽ കയറി അടച്ചിരിക്കുക എന്നുള്ളത് അവർക്ക് ആ ഒരു ഇൻഡിവിജ്വാലിറ്റിയും കമ്മ്യൂണിറ്റി എന്നുള്ള കൺസെപ്റ്റുകളും അവിടെ വളരെ വ്യത്യസ്തമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർ ഒരുമിച്ച് ഇപ്പോൾ ഭക്ഷണം അവരുടെ കൊയ്ത്തിൻ്റെ സമയത്താണ് ഞാൻ ചെന്നത്. അപ്പോൾ അവിടുത്തെ എല്ലാ മനുഷ്യരും മറ്റ് ജീവജാലങ്ങളും ഒക്കെ അവരുടെ ഈ കൊയ്ത്തിൽ പങ്കാളിയാവുന്നുണ്ട്. അതൊന്നും അവർ എൻ്റെ ജോലി ഇതാണെന്നോ എനിക്ക് പണം കിട്ടുന്നു അങ്ങനെ ഒരു രീതിയിലല്ല അവരങ്ങനെ കാണുന്നത്. പിന്നെ അവരുടെ കൾച്ചറാണെങ്കിലും അതെ, എന്താ പറയുക, അവരുടെ മണ്ണുമായിട്ടുള്ള അവരുടെ ബന്ധം, മലകളുമായിട്ടുള്ള അവരുടെ ബന്ധം, മരങ്ങളുമായിട്ടുള്ള ബന്ധം, അവർക്ക് ദൈവമായിട്ടല്ല ബന്ധം, അവർക്ക് ഇത്തരം പ്രകൃതിയുമായിട്ടാണ് ബന്ധം. ആ ഒരു ബന്ധമാണെങ്കിലും ഭയമുണ്ട്. പക്ഷേ ആ ഭയം അവരെ അകറ്റി നിർത്തുന്നില്ല. ചില നേരത്ത് അവരൊരു സുഹൃത്തിനോട് പറ്റി പറയുന്ന പോലെയാണ് ആ മലയെ പറ്റി എനിക്ക് ചെറുതായിട്ട് ഭാഷ മനസ്സിലായത്. അവരുടെ റിച്വൽസ് വളരെ അവരെ ലൈറ്റ് ആക്കുന്നുണ്ട്. അവരുടെ കൾച്ചറൽ സെറ്റിങ് അവരെ ലൈറ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു യാഥാർത്ഥ്യം ആ ഒരു സ്പേസ് ഭയങ്കരമായിട്ട് ഇൻവേഡ് ചെയ്യപ്പെടുന്നുമുണ്ട്. ഞാൻ ചെന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ പോലെ എന്താ പറയുക, അദാനിയും വേറൊരു കമ്പനിയും ഈ പറഞ്ഞ 2 ഹിൽസ് ഓപ്ഷൻ ചെയ്ത് വാങ്ങിയിട്ട് അതിനെതിരെയുള്ള സമരത്തിൻ്റെ അവരുടെ ഒരു പബ്ലിക് ഹിയറിങ്ങുമായിട്ട് അത് വളരെ പ്രശ്നമായിട്ട് കടന്നുപോയി. അതിനുശേഷം സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ചെന്നത്. പക്ഷേ അങ്ങനെ ഒരു കോർ മോഡലിൽ ഇത്രയും പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്ത് തന്നെയും ഒരു ടൗൺ അല്ലെങ്കിൽ അതുവരെ ഞാൻ കണ്ട ആളുകളൊക്കെ ഒരു അർബൻ സ്പേസ്, ഒരു സെമി അർബൻ സ്പേസിലെങ്കിലും ഉള്ളവരാണ്. യാത്രയിലെ ബാക്കി സ്പേസുകൾ കൂടുതൽ. അപ്പോൾ ആ സെമി അർബൻ സ്പേസിൽ നമ്മൾ ഈ വേഗമുള്ള ലോകത്തിരുന്നിട്ട് മനുഷ്യരെങ്ങനെ സ്വസ്ഥമായിട്ടിരിക്കണം എന്ന് പറഞ്ഞിട്ട് കുറേ കഷ്ടപ്പെടുകയാണ് ഇങ്ങനെ നമ്മൾ കഷ്ടപ്പെട്ട് ശ്രമിക്കുമ്പോൾ ഓൾറെഡി വളരെ സുഖമായിട്ട് ജീവിച്ചിരുന്ന മനുഷ്യരുടെ സ്ഥലത്ത് കയറിയിട്ട് കമ്പനികൾ വന്ന് അവരുടെ മൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഡ്യുവാലിറ്റി ഭയങ്കരമായിട്ട് യാത്രയിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്തിരുന്നു. അപ്പോൾ യാത്രയ്ക്ക് ശേഷം പെട്ടെന്ന് ഇങ്ങനൊരു സ്പേസ് എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സമയത്ത് എൻ്റെ ഫെസിലിറ്റേഷനുള്ള കൺസെപ്റ്റിനോട് തന്നെ ഒരു എതിർപ്പ് പോലെ തോന്നിയിരുന്നു. ലൈക്ക് എന്തിനാണ് ഞാൻ ഒരു അർബൻ സ്പേസിൽ ഇരുന്നിട്ട് പ്രിവിലേജ് സ്പേസിലുള്ളവർക്ക് വേണ്ടി മാത്രം ഫെസിലിറ്റേറ്റ് ചെയ്യുക എന്നുള്ളൊരു അതാണോ എനിക്കിനി വേണ്ടതെന്നുള്ള ക്വസ്റ്റ്യൻ പിന്നെയും വന്നു. പക്ഷെ എങ്കിലും അവസാനത്തേക്ക് വരുമ്പോൾ ഇതിനും ഒരു പ്രാധാന്യമുണ്ട്. അവിടെ എങ്ങനെയാണോ അവരുടെ ജീവിതം നിലനിർത്തേണ്ടത് പ്രധാനമാണ്. അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്ന സ്പേസുകളിൽ യുവാക്കൾക്കാണെങ്കിലും മറ്റുള്ള മനുഷ്യർക്കാണെങ്കിലും അവരുടെ സെൽഫ് ഹീലിംഗ് നടത്താനായിട്ടും അവരുടെ സ്വന്തം ഒരു ജീവിതം കണ്ടെത്താനുള്ള ഒരു ചെറിയ ചെറിയ കൂട്ടങ്ങൾ, വലിയ കാര്യങ്ങളല്ല, ചെറിയ കൂട്ടങ്ങൾ ഞാനും കൂടി ചേർന്നുകൊണ്ട് നിർമ്മിക്കേണ്ടതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അതെങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡിസ്കഷനിലാണ്.